കാണാൻ കൊതിച്ച് എന്ന് പറഞ്ഞൊരു സിനിമ, എന്താ പറയുക, സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു 2-3 കൂട്ടുകാർ ചേർന്നു. അതിൻ്റെ തിരക്കഥ എഴുതാൻ നാടകരംഗത്ത് നിൽക്കുന്ന AK ലോഹിതദാസ് എന്ന് പറഞ്ഞ ആളിനെ ഏൽപ്പിച്ചു. കാരണം ലോഹിതദാസും ഈ കൂട്ടുകാരുടെ കൂടെ ഉള്ളവരാണ്. ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഉദ്യോഗസ്ഥ വേണു എന്ന് വിളിക്കുന്ന സംവിധായകൻ്റെ അനിയനൊരു സുകുമേനനുണ്ട്, K സുകുമേനൻ. അദ്ദേഹം ഏതൊക്കെയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കാണാൻ കൊതിച്ചു എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാനം. നമ്മുടെ പ്രശസ്ത സല്ലാപം അടക്കമുള്ള സിനിമകൾ ചെയ്ത സുന്ദർദാസിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ഈ കാണാൻ കൊതിച്ചു എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവ്. പി ഭാസ്കരൻ മാഷും വിദ്യാധരൻ മാഷും കൂടെ ചേർന്ന് മനോഹരമായ ഒരു പാട്ടുണ്ടാക്കി. ഒരു പാട്ടേ ഉള്ളൂ ആ പടത്തിൽ. ആ പാട്ട് നിങ്ങളൊക്കെ കേട്ടിരിക്കും. സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും, ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം എന്നുള്ള മനോഹരമായ പാട്ടാണ്. യേശുദാസും പാടിയിട്ടുണ്ട്, ചിത്രയും പാടിയിട്ടുണ്ട്. അങ്ങനെ പാട്ടെല്ലാം കമ്പോസ് ചെയ്തു തൃശ്ശൂരിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് തരങ്ങണി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ദാസേട്ടൻ പാടി, പിന്നാലെ ചിത്രയും പാടി. അത് കഴിഞ്ഞപ്പോൾ അതിൽ അഭിനയിക്കേണ്ട നടീനടന്മാരെ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് സംവിധായകൻ മദുരാശിയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ സുന്ദർദാസിൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് കൊടുക്കാനുള്ള കാശ് വാങ്ങിക്കൊണ്ട് പോയ സുകുമേനൻ പിന്നെ വന്നിട്ടേയില്ല വർഷങ്ങളോളം. അങ്ങനെ കാണാൻ കൊതിച്ച് എന്ന് പറഞ്ഞ സിനിമ കാണാൻ കൊതിച്ച് തന്നെ ഇതുവരെയും പിന്നെ ചിത്രീകരിച്ചിട്ടില്ല. പക്ഷേ പാട്ട് സൂപ്പർ ഹിറ്റായി. ലോഹിതാക്ഷൻ എന്നാണ് ലോഹിതദാസിൻ്റെ സത്യത്തിൽ യഥാർത്ഥ പേര്. അദ്ദേഹം പിന്നെയും രക്തം, കഫം, മലമൂത്രമൊക്കെ പരിശീലിക്കുന്ന ലാബുമായിട്ടും നാടകമെഴുത്തുമായിട്ടും അങ്ങ് പോയി. സിനിമ തിരക്കഥാകർത്താവാനുള്ള ഭാഗ്യമില്ല എന്ന് അദ്ദേഹം കരുതി. കുറച്ചു കാലം കഴിയുമ്പോഴാണ് സിബി മലയിൽ ചെയ്യുന്ന 6ാമത്തെ സിനിമ. അത് എഴുതിയ തിരക്കഥയൊന്ന് മാറ്റി എഴുതണം. എഴുതിയത് ശരിയായില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം പലരോടും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നടൻ തിലകൻ ചേട്ടനോട് ചോദിച്ചു. എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സ്ക്രിപ്റ്റ് അത് വെച്ച് ചിത്രീകരിച്ചാൽ ശരിയാവില്ല, അതൊന്ന് റീറൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് തിരുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് തിലകൻ ചേട്ടനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് തിലകൻ ചേട്ടൻ സിബി മലയിലിന് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് ലോഹിതദാസ്. നാടകരചയിതാവാണ് അന്ന് അദ്ദേഹം. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞ സംസ്ഥാന അവാർഡ് കിട്ടിയ നാടകമൊക്കെ എഴുതിയ ആൾ. കാര്യങ്ങൾ കേട്ടറിഞ്ഞ ലോഹി സിബി മലയിൽ പറഞ്ഞ കഥയൊക്കെ കേട്ടു. ഇതൊന്നും മാറ്റി എഴുതും. എല്ലാം കേട്ടിട്ട് ലോഹിതദാസ് പറഞ്ഞു, മറ്റൊരാളിൻ്റെ തിരക്കഥ തിരുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ്, എനിക്ക് അതിനുള്ള മിടുക്കില്ല. പകരം ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. അയാൾ ഒരു സാധു മനുഷ്യനായ ബാലൻ മാഷിൻ്റെ കഥ പറഞ്ഞു സിബി മലയിലിനോട്. കഥ കേട്ട സിബി മലയിൽ അതിൻ്റെ 1 ലൈൻ എഴുതാൻ അപ്പോൾ തന്നെ എഴുതിക്കൊള്ളൂ, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 10-15 സീനിൻ്റെ 1 ലൈൻ ലോഹിതദാസ് എഴുതി കഴിഞ്ഞപ്പോഴാണ് ലോഹിതദാസിന് മനസ്സിലായത് സിനിമയുടെ 1 ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് എഴുതാൻ കഴിയില്ല. ലോഹിതദാസ് സിബി മലയിലിനോട് പറഞ്ഞു, എനിക്ക് ഈ 1 ലൈൻ പരിപാടി നടക്കില്ല, പകരം ഞാൻ തിരക്കഥയായിട്ട് തന്നെ 1 മുതൽ അങ്ങോട്ട് എഴുതി തരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് സിബി മലയിൽ പറഞ്ഞു. 1 ലൈനാകുമ്പോൾ നമുക്ക് ആ സീൻ വേണ്ട, ഈ സീൻ വേണ്ട, ഇതിനിടയിലൊരു വേറൊരു സീൻ ഇട്ട് ഇടയിലൊരു സീൻ വരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 1 ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് മാറ്റാം. പക്ഷെ തിരക്കഥയാക്കി കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ ഭയങ്കര ഇരട്ടി ജോലിയാവൂലേ. കാരണം തിരക്കഥയായിട്ട് എഴുതി വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള കല്ല് കടിക്കുന്നു തോന്നിയ സ്ക്രിപ്റ്റുകൾ മാറ്റി വയ്ക്കുമ്പോൾ ഒരു 15 സീൻ അങ്ങ് പോയാൽ 15 സീൻ എഴുതാൻ എത്ര ദിവസം വേണം, അത് പിന്നെ റീറൈറ്റ് ചെയ്യണ്ടേ. പക്ഷെ എന്തുകൊണ്ടോ സിബി മലയിൽ പറഞ്ഞു, എഴുതിക്കൊള്ളൂ. അപ്പോൾ ലോഹിതദാസ് ഒരു 4 സീൻ എഴുതി. 4 സീൻ എഴുതിയിട്ട് സിബി മലയിലിന് വായിച്ച് കേൾപ്പിച്ചു. ആദ്യത്തെ സിനിമ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ 4 സീൻ വായിച്ച് കേട്ടപ്പോൾ സിബി മലയിലിന് മനസ്സിലായി ഇതിലൊരു ഒരു 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 വാക്ക് വെട്ടാനില്ല, എഴുതിക്കൊള്ളൂ എന്ന് വീണ്ടും സിബി മലയിൽ പറഞ്ഞു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തിരുത്താൻ വന്നിട്ട് അത് നടക്കാതെ തൻ്റെ കഥ പറഞ്ഞ് സാങ്ഷനാക്കി അതിന് 1 ലൈൻ ഇടാനിരുന്ന് അതിന് ശരിയാവാതെ സ്വന്തമായി തിരക്കഥ എഴുതി പുറത്തു വന്ന ലോഹിതദാസിൻ്റെ ആദ്യത്തെ സിനിമ സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനമാണ്.
ഇപ്പോൾ ധാരാസിംഗ്, നമ്മുടെ ഗുസ്തി ചാമ്പ്യൻ ധാരാസിംഗ് പ്രധാന വേഷം ചെയ്ത മുത്താരംകുന്ന് PO എന്ന് പറഞ്ഞ സിനിമയാണ് സിബി മലയിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് 1985. അതിൻ്റെ പിന്നാലെ 86 അദ്ദേഹം രാരീരം എന്ന് പറഞ്ഞ പടവും ദൂരെ ഒരു കൂടുകൂട്ടാം, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന് പറഞ്ഞ 2 സിനിമ ചെയ്തു. ഈ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം ചിരിച്ചു വണ്ണപ്പി പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചായിരുന്നു. പിന്നെ ചേക്കാരനൊരു ചില്ല, ഇങ്ങനെ 3 പടം അദ്ദേഹം പിറ്റേ വർഷം 86 ചെയ്തു. ചേക്കാരനൊരു ചില്ല പ്രൊഡ്യൂസ് ചെയ്തത് നടൻ ശങ്കറായിരുന്നു. രാരീരത്തിൽ മമ്മൂട്ടിയായിരുന്നു. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലായിരുന്നു നായകൻ. 1987 എഴുതാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നാലെയാണ് സിബി മലയിൽ തനിയാവർത്തനം ചെയ്തത്. പിന്നെ ലോഹിതദാസും സിബി മലയിലും കൂടിയുള്ള കൂട്ടുകെട്ട് എത്ര സിനിമകൾ ചെയ്തു നിങ്ങൾക്കറിയാം. എഴുതാപ്പുറങ്ങൾ, വിചാരണ, മുദ്ര, കിരീടം, ദശരഥം. അപ്പോൾ അതിൽ കിരീടത്തിലെ സേതുമാധവൻ മോഹൻലാലിൻ്റെ പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത കഥാപാത്രവും സിനിമയുമായിരുന്നു. ഇപ്പോഴും ഒരു വേദനിപ്പിക്കുന്ന നൊമ്പരമാണ്. അതുപോലെ തന്നെ ദശരഥം എന്ന് പറഞ്ഞ പടത്തിലും മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനിയായ പ്രണവം ആർട്സിന് വേണ്ടി ആദ്യത്തെ സിനിമ ചെയ്തതും സിബി മലയിലും ലോഹിതദാസുമായിരുന്നു, ഹിസ് ഹൈനസ് അബ്ദുള്ള. പിറ്റേ വർഷം ഭരതം, ഈ പ്രണവം ആർട്സിന് വേണ്ടി ഇവർ ചെയ്തതാണ് ഭരതം. 3ാമത്തെ സിനിമയാണ് കമലതളം. ഈ ഭരതം ചെയ്ത അതിനൊരു കഥ പറയാനുണ്ട്. കോഴിക്കോട്ടായിരുന്നു ലൊക്കേഷൻ. ഷൂട്ടിംഗ് ക്രൂ എല്ലാം എത്തി, സിബി മലയിലടക്കമുള്ള എല്ലാവരും എത്തി, മോഹൻലാൽ അടക്കം എത്തിയ ശേഷം ഒരു ദിവസം ലോഹിതദാസ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ പറഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങാൻ 2-3 ദിവസമേ ബാക്കിയുള്ളൂ. കഥ കേട്ടുടൻ സിബി മലയിലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജോസ് തോമസ് പറഞ്ഞു, സാറേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കഥ മലയാളത്തിൽ സിനിമയായിട്ടുണ്ട്. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത ഒരു പൈങ്കിളി കഥ എന്ന് പറയുന്നതുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. ജോസ് തോമസ് ആണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. രസം എന്താണെന്ന് ചോദിച്ചാൽ, സിബി മലയിലോ മോഹൻലാലോ ലോഹിതദാസോ ഈ പറയുന്ന ഒരു പൈങ്കിളി കഥ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. മലയാള മനോരമയുടെ ഉടമസ്ഥനായിരുന്ന KM മാത്യു സാറിനെ പോലെ തൂവെള്ള തലമുടിയുള്ള വിഗൊക്കെ വെച്ച് നെടുപടി വേണുവും മകനായിട്ട് മോഹൻലാലും അഭിനയിക്കുന്ന രീതിയിലൊക്കെയാണ് മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയത്, തിരക്കഥയുണ്ടാക്കിയത്. എല്ലാം ചളകുളമായി. ഷൂട്ടിങ് നമുക്കൊരു ഒരാഴ്ചയോ 10 ദിവസമോ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം എന്ന് മോഹൻലാൽ പറയുന്നു. പക്ഷേ ഡേറ്റ് മാറ്റാൻ പറ്റില്ല, നമുക്ക് ഇപ്പം തന്നെ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ കഥ കണ്ടെത്താം എന്ന് തീരുമാനിച്ചു. കോഴിക്കോട് ബീച്ചിലൂടെ എന്തോ നടക്കുമ്പോൾ സിബി മലയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള, അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു സംഭവം, ഒരു കുടുംബത്തിൻ്റെ ശിഥിലതയെപ്പറ്റി അല്ലെങ്കിൽ അവരനുഭവിച്ച പ്രയാസത്തെപ്പറ്റി ലോഹിതദാസിനോട് സിബി മലയിൽ പറഞ്ഞു. ഈ സംഭവം കേട്ടപ്പോൾ ലോഹിതദാസിന് ഭയങ്കര സന്തോഷമായി. ഇതിനൊരു സിനിമയുണ്ട്, നമുക്കിത് സിനിമയാക്കാം എന്ന് ലോഹിതദാസ് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ട് തകർത്തു വെച്ച ലോഹിതദാസിൻ്റെ എഴുത്തും ഷൂട്ടിങ്ങും. മദിരാശിയിൽ ഇവർ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് കൈതപ്പുറം പാട്ട് എഴുതുന്നു, രവീന്ദ്രൻ സംഗീതം കൊടുക്കുന്നു, യേശുദാസ് അടക്കമുള്ള പാട്ടുകാർ പാടുന്നു. അങ്ങനെ സംവിധായകനോ തിരക്കഥാകൃത്തോ കേൾക്കാത്ത, അറിയാത്ത ഇവർ പറഞ്ഞു കൊടുത്ത സിറ്റുവേഷനിൽ അവിടെ പാട്ട് റെക്കോർഡിങ്, ഇവിടെ തിരക്കഥ എഴുത്ത് സംവിധാനം. അങ്ങനെ ചെയ്ത സിനിമയാണ് ഭരതം. ആ ഭരതത്തിനാണ് മോഹൻലാലിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയത്. ഒരു പൈങ്കിളി കഥയുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞ് മാറ്റിയ കഥ കുറച്ചു കാലം കഴിഞ്ഞ് ലോഹിതദാസ് നല്ല പ്രശസ്തനായ ശേഷം കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് ലോഹിതദാസ് ആ സ്ക്രിപ്റ്റ് ഒരു സിനിമയ്ക്കായിട്ട് സത്യനന്ദിക്കാടിന് കൊടുത്തു. അങ്ങനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ കഥയാണ് ഭരതത്തിന് പകരം ചെയ്യാനിരുന്നത്. പക്ഷേ അതിന് പൈങ്കിളി കഥയുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലോഹിതദാസ് പൈങ്കിളി കഥ കണ്ടിട്ട് അതുമായിട്ട് യാതൊരു സാമ്യവും വരാത്ത രീതിയിൽ ഒരച്ഛൻ്റെയും മകൻ്റെയും കഥ മനോഹരമായല്ലേ ചെയ്തത്. ജയറാമും തിലകൻ ചേട്ടനും നല്ല കോമ്പിനേഷനായിരുന്നു ആ പടത്തിൽ. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എന്താ പറയുക, പാട്ടിൽ നിന്നും അല്ല കഥയിൽ നിന്ന് ഭരതം ഉണ്ടാക്കിയെടുത്ത തിരക്കഥാകൃത്താണ് ലോഹിതദാസ്. അടുത്ത കഥ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കർണാടകത്തിൽ ഒരു പ്രശസ്ത വ്യക്തിയുടെ ഭാര്യ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലാണെന്ന് ഒരു വാർത്ത കേട്ടു. അതിന് കാരണക്കാരൻ ഈ പ്രശസ്ത വ്യക്തിയാണ് എന്നും സൂചന ഉണ്ടായിരുന്നു. ഈ വാർത്തയിൽ നിന്നാണ്
ലോഹിതദാസ് കമലദളം എന്ന സിനിമ ഉണ്ടാക്കുന്നത്. രചന എൻ്റെ വൈഭവമല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ തിരക്കഥയാണ് കമലദളം എന്നാണ് ലോഹിതദാസ് പറയാറ്. രചന എന്ന വൈഭവം, ആ വൈഭവം എൻ്റെ മിടുക്കൊന്നുമല്ല, ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ കൊണ്ട് എഴുതിക്കുന്നു എന്നാണ് അദ്ദേഹം കമലദളം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. ഒരുപക്ഷേ ഇതെന്നെ സംബന്ധിക്കുന്ന കാര്യം മാത്രമായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നു. രചന എന്നതിലെ ഈശ്വര കാരുണ്യമാണ് അത്. കഥാപാത്രമായി ഞാൻ വെറുതെ ഇരുന്നു കൊടുക്കുന്നു എന്നേ ഉള്ളൂ എന്നും ലോഹിതദാസ് പറയും. എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നത് ഏതോ ഒരു ദിവ്യ ശക്തിയാണ്, ഞാൻ വെറുമൊരു ഇടനിലക്കാരൻ മാത്രം എന്നാണ് ലോഹിതദാസ് പറയാറ്. അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് കമലദളം എഴുതാൻ കഴിഞ്ഞത് എന്ന് മരിക്കുന്നത് വരെയും അദ്ദേഹത്തിന് സന്ദേഹമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്നത് മൂകാംബിക ദേവിയുടെ വലിയ ഭക്തനാണ്, എപ്പോഴും അമ്മ തരും അമ്മ തരും എന്നേ അദ്ദേഹം പറയാറുള്ളൂ. എൻ്റെ ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആരാണ് ഈ ആശയം എന്നിൽ നിറച്ചത് എന്നതാണ് അദ്ദേഹത്തിന് അത്ഭുതം തോന്നാൻ കാര്യം. ആരാണ് ഈ കഥ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടത്? ഈ വാക്കുകൾ എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഇങ്ങനൊരു സംഭാഷണം എഴുതാനുള്ള വാക്കുകൾ എവിടെ നിന്ന് കിട്ടി? തനിക്ക് തൊടാൻ പോലും അർഹതയില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചിട്ട അമ്മയെ പോലെ ആകാറുണ്ട് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതെൻ്റെതല്ല, ഞാൻ ഉണ്ടാക്കുന്നതല്ല, എൻ്റെ മനസ്സിൽ ഏതൊരു അദൃശ്യ ശക്തി എന്നെ കൊണ്ട് എഴുതിക്കുന്നു എന്നാണ് ലോഹിതദാസ് പറയാറ്. കാരണം ഇതുപോലെ രൂപസൗഭാഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും എനിക്കാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ലോഹിതദാസ് പറയുന്നത്. എത്ര സിമ്പിളായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു നോക്കൂ. അങ്ങനെയുള്ള കഥാസൃഷ്ടികളുടെ പേരിന് താഴെ ലോഹിതദാസ് എന്ന് എഴുതി വയ്ക്കുന്നത് അഹങ്കാരത്തോളം വരുന്ന അല്പത്തരമാണ് എന്നാണ് ലോഹിതദാസ് പറയുന്നത്. ഇതിൻ്റെ താഴെ തിരക്കഥാ സംഭാഷണം ലോഹിതദാസ് എന്ന് എഴുതുന്നത് ഒരു അല്പത്തരമാണ്. കാരണം ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, എൻ്റെ മനസ്സിൽ ഏതോ ഒരു അദൃശ്യ ശക്തി കൊണ്ടു തരുന്നതാണ് എന്നാണ് ലോഹിതദാസ് പറയാറ്. പ്രണവം ആർട്സിന് വേണ്ടി 3-ാം കൊല്ലവും ഒരു ചിത്രം ചെയ്യാമെന്ന് ലോഹിതദാസ് ഏറ്റിരുന്നു. 1992 ജനുവരിയിൽ ചിത്രീകരണം ആരംഭിച്ചാൽ മാത്രമേ അത് മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്യാൻ പറ്റൂ. കാരണം പ്രണവ് ആർട്സിൻ്റെ ഹിസൈനസ് അബ്ദുള്ള മുതൽ ഭരതവും മാർച്ച് മാസത്തിലാണ് റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 3-ാമത്തെ ചിത്രമായ കമലദളം ഈ പറയുന്ന പുതിയ സിനിമയും മാർച്ച് മാസത്തിൽ തന്നെ തിയേറ്ററിൽ എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സന്ദേഹവുമില്ല, ചെയ്തേ പറ്റൂ. 1990 മാർച്ച് 30 പ്രണവത്തിൻ്റെ ആദ്യ സിനിമയായ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന സിനിമ, മനോഹരമായ സിനിമയല്ലേ, നല്ല പാട്ടുകളൊക്കെയുള്ള നല്ല സിനിമ, അത് പുറത്തു വരുന്നത് 1990 മാർച്ച് 30. 1991 പിറ്റേ വർഷം മാർച്ച് 29 ഭരതം റിലീസായി. 1992 മാർച്ച് 27 കമലദളം റിലീസായി. പക്ഷേ എഴുതേണ്ട ലോഹിതദാസ് കിരീട ഉണ്ണിയുടെ ആധാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിലാണ്. അപ്പം കിരീട ഉണ്ണിയായിട്ട് നല്ല സൗഹൃദമുണ്ട്. കിരീട ഉണ്ണിയും ലോഹിതദാസും കൈതപ്രവും നടൻ മുരളിച്ചേട്ടനും ഒരു ടീമായിരുന്നു. മൂകാംബിയിൽ പോവുക, ഒന്നിച്ച് ടൂർ പോവുക, എവിടെയെങ്കിലും ഒരു കുഗ്രാമത്തിൽ ചെന്ന് റൂം എടുത്ത് താമസിക്കുക, അങ്ങനെയൊക്കെ നല്ല സൗഹൃദമുള്ളവരായിരുന്നു ഇവർ 4 പേര്. അങ്ങനെയുള്ള കിരീട ഉണ്ണിക്ക് വേണ്ടിയാണ് ആധാരം ചെയ്യുന്നത്. മുരളിയെ നായകനാക്കി ജോർജ് കിത്തു എന്ന് പറയുന്ന ഭരതൻ്റെ കൂടെ അസിസ്റ്റൻ്റായിരുന്നു ജോർജ് കിത്തു എന്ന നവാഗതൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ചിത്രീകരണം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആധാരം സിബി മലയിൽ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. പക്ഷേ സിബി വിട്ടുകളഞ്ഞു, കാരണം ഒരുപാട് തിരക്ക്. ആ തിരക്കിനിടയിൽ ഈ സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സിബി മാറിയതുകൊണ്ടാണ് ജോർജ് കിത്തുവിൻ്റെ പേര് പൊന്തി വന്നത്. ലോഹിതദാസിൻ്റെ ഉറപ്പിലാണ് ഈ സിനിമ കിത്തുവിന് കിട്ടിയത്. അതിനാൽ തന്നെ സിനിമയുടെ ആദ്യ അവസാനം ലോഹി ഉണ്ടാവണമെന്ന് നിർമ്മാതാവായ കിരീട ഉണ്ണി ശഠിച്ചു. ഞാൻ ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. മദ്രാസിലെ പ്രണവത്തിൻ്റെ ഓഫീസിൽ നിന്നും തുടരെ ഈ ആധാരത്തിൻ്റെ സെറ്റിൽ ഫോൺ വരുന്നുണ്ട് ലോഹിതദാസിന്. കാരണം പറഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹം എത്തുന്നില്ല. 3-4 ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ, പ്രധാന സീനുകൾ എടുത്ത ശേഷം ഞാൻ വരാമെന്ന് ലോഹിതദാസ് തിരിച്ചു മറുപടി പറഞ്ഞു. അതിനവർ ഈ പ്രണവം ആർട്സ് സമ്മതിക്കുന്നില്ല, പറ്റില്ല എന്നാണ്. കഥയും മറ്റും തീരുമാനിച്ച് ജനുവരിയിൽ ഷൂട്ട് ചെയ്താലേ മാർച്ചിൽ പടം റിലീസ് ചെയ്യാൻ ഒക്കൂ എന്നാണ് പ്രണവത്തിൻ്റെ മാനേജർക്ക് പറയുന്നത്. തെറ്റ് ലോഹിയുടെ ഭാഗത്താണ്. പക്ഷേ ആധാരം വിട്ടു പോകാൻ അദ്ദേഹത്തിനാവില്ല. കേരള സർക്കാരിൻ്റെ നാടകത്തിനുള്ള അവാർഡ് നേടിത്തന്ന വിഷയം ആധാരമാക്കി അതിനെപ്പറ്റി ആ സബ്ജക്റ്റ് വെച്ചുകൊണ്ടൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിനെ വിട്ടു പോകാനാവില്ല എന്ന്
ചിന്തയാണ് ലോഹിതദാസിനുണ്ടായിരുന്നത്. എന്നെങ്കിലും താനൊരു സംവിധായകനാകുന്നുവെങ്കിൽ, ലോഹിതദാസ് എന്ന് പറഞ്ഞ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ നാടകകൃത്ത് എന്നെങ്കിലും ഒരു സിനിമാ സംവിധായകനാവുന്നുവെങ്കിൽ അന്ന് ചെയ്യാൻ വെച്ചിരുന്ന സബ്ജക്റ്റാണ് ഈ ആധാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് ആധാരത്തിൻ്റെ സെറ്റിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സിദ്ധു പനക്കൽ ഒരു കത്തുമായിട്ട് വന്നു. പ്രണവം ആർട്സിൻ്റെ മുതലാളി കൊടുത്തയച്ച കത്താണ്. മുതലാളി ആരെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ, മോഹൻലാൽ കൊടുത്തയച്ചൊരു കത്തുമായിട്ടാണ് ലോഹിതദാസിനെ കാണാൻ നമ്മുടെ സിദ്ധു പനക്കൽ ജോർജ് ഗിത്തുവിൻ്റെ സെറ്റിൽ വന്നത്. അല്പം പരിഭവം കലർന്ന കത്താണ് മോഹൻലാൽ എഴുതിയിരിക്കുന്നത്. വേറൊന്നും എഴുതിയിട്ടില്ല. ഈ സിനിമ കൂടി ഭംഗിയായിട്ട് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് കത്തിലുള്ള വരി. ഇതിൽ കൂടുതൽ എന്തിനു വേണം? നമ്മൾ ഹിസൈൻ അബ്ദുള്ള ചെയ്തു, ഭരതം ചെയ്തു. 3-ാമത്തെ ഈ സിനിമ കൂടി നമുക്ക് ഭംഗിയായിട്ട് ചെയ്ത് നമുക്ക് ഭംഗിയാക്കാം. താങ്കൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം എന്നാണ് കത്തിലുള്ളത്. സ്നേഹിക്കുന്നവരുടെ പരിഭവം ലോഹിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. സൗഹൃദത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് മാക്ടിയുടെ തെരഞ്ഞെടുപ്പിൽ സിബി മലയിലിനെതിരെ ലോഹിതദാസിനെ മത്സരിപ്പിച്ചു. നല്ല കൂർമ്മ ബുദ്ധിയുള്ള ആരൊക്കെ ചേർന്നു. അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. സിബി മലയിലാണ് ജയിച്ചത്. സിബി മലയിൽ ജയിച്ച അന്ന് രാത്രി വോട്ടെണ്ണി എല്ലാം കഴിഞ്ഞിട്ട് ഫലപ്രഖ്യാപനം കഴിഞ്ഞ ശേഷം സിബി മലയിലിനെ അനുമോദിക്കുന്ന ചടങ്ങിൽ ലോഹിച്ചേട്ടൻ പ്രസംഗിച്ചത് ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ തറച്ചു നിൽപ്പുണ്ട്. കാരണം ഞാൻ സിബി മലയിലിൻ്റെ പാനലിലായിരുന്നു. മോഹൻലാൽ എന്ന സ്നേഹിതനെയും നടനെയും എനിക്ക് വേണം എന്നത് ലോഹി ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം മോഹൻലാലിനെ പോലെ ഇരുത്തം വന്നൊരു നടൻ, നല്ല സ്നേഹിതൻ, അയാളെ എനിക്ക് വേണം ജീവിതത്തിൽ എന്ന് ലോഹിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ ലോഹിതദാസ് ലൊക്കേഷനിൽ നിന്ന് കുടുംബസമേതം മദ്രാസിലേക്ക് ചെന്നു. സിബി മലയിലും മോഹൻലാലും വിതരണക്കാരൻ 7 ആർട്സ് വിജയകുമാറും ലോഹിതദാസിനെ കാത്തിരിക്കുകയായിരുന്നു. ഒരു കഥയുടെ 2 വരി പോലും ഇല്ലാതെയാണ് തിരക്കഥ എഴുതാൻ തിരക്കഥാകൃത്ത് വന്നിരിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. കാര്യമറിഞ്ഞ പറയാതിരിക്കാൻ നോക്കില്ലല്ലോ, ഒളിച്ചു വയ്ക്കാൻ നോക്കില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് തിരക്കഥ എഴുതാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിലായിട്ടില്ല എന്ന് സിബി മലയിലിനോടും മോഹൻലാലിനോടും 7 ആർട്സ് വിജയകുമാറിനോടും ലോഹിതദാസ് തുറന്നു പറഞ്ഞു. കാര്യമറിഞ്ഞ മോഹൻലാലോ സിബി മലയിലോ ദേഷ്യപ്പെട്ടതേയില്ല. അതുകൂടിയായപ്പോൾ ലോഹി ശരിക്കും പെട്ടു. കാരണം 2 പേരും ചൂടാവുന്നില്ല, മിണ്ടാവാതിരിക്കുക, നിസ്സംഗരായിരിക്കുകയാണ്. എന്തായാലും ജനുവരി ഷൂട്ട് ചെയ്യണം, കഥയില്ല, തിരക്കഥയില്ല. മോഹൻലാലുണ്ട്, ഇഷ്ടംപോലെ കാശുമുണ്ട്, അതുകൊണ്ടൊരു സിനിമയാവുമല്ലോ, തിരക്കഥ വേണ്ടേ? ഇവിടെ മോഹൻലാലിൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് ഈ സിനിമ കൂടി നമുക്ക് ഭംഗിയായി ചെയ്യാമെന്ന ഉറപ്പ് മോഹൻലാൽ എന്തായാലും പാലിച്ചു. കമലദളത്തോടെ സിബി മലയിൽ ലോഹിതദാസ് പ്രണവം ആർട്സ് എന്നുള്ള ബാനർ അല്ലെങ്കിൽ ആ ടീം അവസാനിച്ചു. പിറ്റേ വർഷം പ്രിയദർശൻ സംവിധാനം ചെയ്ത മിഥുനവും അതിൻ്റെ പിന്നാലെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പിൻഗാമിയും, പിന്നെ കാലാപാനി, കന്മദം, ഹരികൃഷ്ണൻസ്, ഒളിമ്പ്യൻ അന്തോണിയാദം, വാനപ്രസ്ഥം, 2010 കാണ്ടഹാർ എന്ന് പറഞ്ഞ പടത്തോടു കൂടി പ്രണവം ആർട്സ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി അവസാനിക്കുകയും ആശീർവാദ് എന്ന് പറഞ്ഞ് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ കമ്പനി ജന്മം കൊള്ളുകയും ചെയ്തു.